ജൂലൈ 2-ാം ലക്കം സുന്നി വോയിസിൽ ഇതാണ് തൗഹീദ് എന്ന തലക്കെട്ടിൽ കാണാനിടയായ ലേഖനമാണ്. സുന്നി വോയിസ് സമസ്തയുടെ ആദർശം പഠിപ്പിക്കുന്ന പ്രധാന പ്രസിദ്ധീകരണമാണ്. അതുകൊണ്ട് തന്നെ സമൂഹം ശ്രദ്ധിക്കുന്ന രൂപത്തിൽ ഈ നിലക്കൊരു വിഷയം വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞുകിടക്കുന്ന അപകടങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് എന്ന നിലക്കാണ് ഈ കാര്യത്തെ ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സമസ്തയെ നയിക്കുന്ന മുസ്ലിയാക്കന്മാരുടെ ധാരണ, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു സംഗതി, എല്ലാ അർത്ഥത്തിലും ജനപിന്തുണ അല്ലെങ്കിൽ ജനബാഹുല്യം ഞങ്ങൾക്കാണ് ഉള്ളത്. അത്രത്തോളം വലിയ അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ സമൂഹത്തിൽ അവർ കലർത്തിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അതിൻ്റെ പിന്നാലെ കൂടുന്ന ആളുകളെ കണ്ട് ബാഹുല്യം അവകാശപ്പെടാൻ അവർ തയ്യാറാകാറുണ്ട്. തുടക്കത്തിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളൊരു സംഗതി, അടിതെറ്റിയാൽ ആനയും വീഴും എന്ന പഴഞ്ചൊല്ല്. അഥവാ എത്ര വലിയവരാണെങ്കിലും ഒരു ചെറിയ അശ്രദ്ധ, ഒരു ചെറിയ വീഴ്ച വന്നാൽ എല്ലാ അർത്ഥത്തിലും കടപുഴകി വീഴും, അല്ലെങ്കിൽ അടിത്തറ ഇളകി നശിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സത്യത്തിൽ ഒരു നൂറ്റാണ്ട് കാലമായി സമസ്ത എന്ന സംവിധാനം ഇവിടെ നിലനിൽക്കുന്നത് തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിക്കാനും അവരോട് പ്രാർത്ഥിക്കാനും അവരോട് സഹായാഭ്യർത്ഥന നടത്താനും, അതേപോലെ തന്നെ അവരിൽ നിന്ന് പുണ്യം കിട്ടും, അള്ളാഹു അവരെ, ഈ മരണപ്പെട്ടവരെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന അവരുടെ വീക്ഷണത്തിലുള്ള ഔലിയാക്കളെ ബറക്കത്തിന് കാരണമാക്കിയിട്ടുണ്ട് എന്ന നിലക്കുള്ള വിശ്വാസത്തിലാണ് അവർ നിലനിന്നു പോരുന്നത്. അങ്ങനെയുള്ള ഒരു സംഘം ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞ് ഒരു ലേഖനം പിന്നെ അവരുടെ പ്രസിദ്ധീകരണത്തിൽ ഉൾപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായി നമ്മൾ ആശ്ചര്യപ്പെട്ടു പോകും. എന്തുകൊണ്ടെന്നാൽ സമസ്തക്ക് വിശ്വാസമുണ്ട്, അത് സംശയമൊന്നുമില്ല. പക്ഷേ തൗഹീദ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതല്പം കടന്ന ഒരു കൈയാണ്, കടന്നൊരു പ്രവൃത്തിയാണത്. എന്തുകൊണ്ട്? തൗഹീദ് എന്നത് ഇസ്ലാമിൻ്റെ അടിത്തറയാണ്. അത് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ള സുപ്രധാന വിശ്വാസമാണ് തൗഹീദ്. ആ തൗഹീദിൻ്റെ മേലാണ് ഇസ്ലാമിൻ്റെ മുഴുവൻ കാര്യങ്ങളും നിലനിൽക്കുന്നത്. അപ്പോൾ അതാണ് സമസ്തക്കുള്ളത് എന്ന് വരുത്തി തീർക്കലാണ് ലേഖനത്തിലൂടെ ലേഖകൻ ശ്രമിച്ചിട്ടുള്ളത്. ഇതിലെ പ്രധാന അപകടങ്ങൾ നമ്മൾ തുറന്നു കാണിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ തുടക്കത്തിൽ ഇതിൻ്റെ 8-ാമത്തെ പേജിൽ പറഞ്ഞ ഒരു സംഗതി, ഏകദൈവ വിശ്വാസം എന്ന ഹെഡിങ്ങിൽ പറയാൻ, തൗഹീദാണ് ഇസ്ലാമിൻ്റെ ജീവൻ, കറകളഞ്ഞ ഏകദൈവ വിശ്വാസമാണത്. അള്ളാഹു അല്ലാതെ ഒരു ഇലാഹും, ബ്രാക്കറ്റിൽ ഈശ്വരൻ ദൈവം ഇല്ല, ലാ ഇലാഹ ഇല്ലല്ലാ എന്നാണ് അതിൻ്റെ സാക്ഷ്യവാക്യം. പ്രപഞ്ചത്തിൻ്റെ പരിപാലകനും സൃഷ്ടാവും നിയന്താവും പരമാധികാരിയും അള്ളാഹു മാത്രമാണ്. ഇതാണ് തുടക്കത്തിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ അള്ളാഹു പിന്നെ ആരാധ്യനാണ്, അഥവാ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹും ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ പ്രപഞ്ചത്തിൻ്റെ പരിപാലകനും സൃഷ്ടാവും നിയന്താവും പരമാധികാരിയും അള്ളാഹു മാത്രമാണ് എന്ന തലത്തിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ, ആരാധനക്കർഹൻ, യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു മാത്രം, യഥാർത്ഥ ആരാധ്യൻ അള്ളാഹു മാത്രം. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തിൻ്റെ അർത്ഥം. എന്നാൽ സമസ്ത ഇവിടെ കൊണ്ടു നടക്കുന്ന വിശ്വാസം എന്ന് പറഞ്ഞാൽ ഏക ആരാധ്യൻ അള്ളാഹു എന്ന അർത്ഥത്തിലുള്ളതല്ല. അപ്പം ഈ പറഞ്ഞ പ്രകാരം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇലാഹ് ഇവർക്ക് മടവൂരാണ്. ആ നിലക്കുള്ള പാട്ട് സമസ്ത ആശയത്തിലുള്ളവർ തന്നെ എന്ത് ചെയ്യുന്നു? പാടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പ്രപഞ്ചത്തിൻ്റെ പരിപാലകൻ റബ്ബ്, മടവൂരാണ് ഞങ്ങളെ പടച്ചോൻ എന്ന പാട്ട് വ്യാപകമാണ്. അതേപോലെ തന്നെ ഖാലിഖ്, നിയന്താവ്, മുദബ്ബിർ സിയ മടവൂരാണ് എന്ന് കാന്തപുരം മുസ്ലിയാരാണ് സൂറത്തു നാസിയാത്തിലെ ആയത്ത് പച്ചക്ക് ദുർവ്യാഖ്യാനിച്ചിട്ട് എന്താക്കിയത്? സമൂഹം കേൾക്കെ പ്രസംഗിച്ചത്. അതിനെ ഒരുപാട് മുസ്ലിയാക്കന്മാർ ന്യായീകരിച്ചു. അതേപോലെ പരമാധികാരി, മാലിക്കുൽ മുലൂക്ക് എന്ന നിലക്കുള്ള പാട്ടുകൾ ഈ മടവൂരിനെ പറ്റി ഇവരിറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ലേഖനങ്ങളിലൂടെ പറയുന്നു, ആശയം സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത് മറ്റൊരു രൂപത്തിലാണ്. ഇനി മാത്രവുമല്ല, ഇവരെ സംബന്ധിച്ചിടത്തോളം ലാ ഖാലിഖ ഇല്ലല്ലാ എന്നാണ്, സൃഷ്ടാവ് അള്ളയാണ്, അല്ലെങ്കിൽ റബ്ബ് അള്ളയാണ് എന്ന് വിശ്വസിച്ചാൽ മതി. റബ്ബ് അള്ളയാണ് എന്ന വിശ്വാസം, അത് മക്കയിലുണ്ടായിരുന്ന അവിശ്വാസികൾക്കുണ്ടായിരുന്ന വിശ്വാസമാണ്.
അവരോട് ആരാണ് ഖാലിഖ്, ആരാണ് റാസിഖ്, ആരാണ് മുദബ്ബിർ എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളയാണ് എന്നവർ പറയും. അപ്പോൾ ആ വിശ്വാസികൾ അങ്ങനെ ഉത്തരം കൊടുക്കുന്നു. ലാത്തേയും ഉസ്സയെയും മനാത്തേയും ഒക്കെ അവർ സമീപിക്കും. അവരൊക്കെ അവർക്കുള്ള ആരാധ്യ വസ്തുക്കളാണ്. ആ വസ്തുക്കളെ മുന്നിൽ പോയിട്ട് അവരുടെ സങ്കടങ്ങൾ, പ്രയാസങ്ങളൊക്കെ ഇവരെന്ത് ചെയ്യും? ബോധിപ്പിക്കും. യഥാർത്ഥത്തിൽ കൊടുത്ത കഴിവ് എന്ന ഒരു സങ്കല്പം, അങ്ങനെ ഒരു വിശ്വാസം മക്കയിലുണ്ടായിരുന്ന ആ വിശ്വാസികൾക്കുണ്ടായിരുന്നു. ലാത്തക്കും ഉസ്സക്കും മനാത്തക്കും ഒക്കെ എന്തായിട്ടുണ്ട്? കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന ഒരു വിശ്വാസമാണ് അവർക്കുണ്ടായിരുന്നത്. അപ്പോൾ ആ കൊടുത്ത കഴിവ് എന്ന വിശ്വാസം പിന്നീട് നമ്മൾ കേൾക്കുന്നത് ഷിയാക്കളിലാണ്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ സൂചിപ്പിച്ചൊരു സംഗതിയാണ് ഷിയാക്കളുടെ കശ്ഫുൽ അസ്റാർ, അവരുടെ ഇമാമായ ഹുമൈനി എഴുതിയ പുസ്തകമാണ്. ആ കശ്ഫുൽ അസ്റാർ എന്ന പുസ്തകത്തിൽ പ്രത്യേകം പറയുന്നൊരു കാര്യം അതിൻ്റെ 56-ാമത്തെ പേജിൽ കാണാം. തൊലബുൽ ഹാജ മിൽ അംവാത്ത്, മരിച്ചവരിൽ നിന്ന് ആവശ്യം തേടുക എന്നതാണ് ഹെഡിങ്. അപ്പോൾ അവർക്ക് അങ്ങനത്തെ ഒരു വിശ്വാസമുണ്ട്, മരിച്ചവരോട് ആവശ്യങ്ങൾ തേടാം എന്ന വിശ്വാസം. എന്നിട്ട് അതിൻ്റെ സാനിയൻ നെഹനു നസ്തമിദ്ദു മിൻ അർവാഹിൽ അംബിയായി വൽ അയിമ്മ അൽ മുഖദ്ദസ അല്ലത്തി മനഹഹ അല്ലാഹു അൽ ഖുദറ. അല്ലാഹു തആല കഴിവ് നൽകിയിട്ടുള്ള പരിശുദ്ധ നേതാക്കളോട്, പരിശുദ്ധാത്മാക്കളായ അമ്പിയാക്കളോട്, അതേപോലെ തന്നെ അയിമ്മത്തിനോട് നമ്മൾ സഹായം തേടുന്നു. അപ്പോൾ എന്താ പോലെ സങ്കല്പം പോലെ ധാരണ എന്താ? കഴിവ് കൊടുത്തിട്ടുണ്ട് എന്ന ധാരണയാണ്. ഈ കൊടുത്ത കഴിവ് എന്ന വിശ്വാസം ഷിയാക്കൾ കടമെടുക്കുകയും അവർ ലോകത്തുടനീളം അത് പ്രചരിപ്പിക്കുകയും അതിൻ്റെ വ്യാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ വളർച്ചയ്ക്ക് വേണ്ടി ജാറ സംസ്കാരം വരെ എന്ത് ചെയ്തു? അവർ കൊണ്ടുവന്നു. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ ആശയത്തിലാണ് സമസ്ത ഉള്ളത് എന്നുകൂടി സമൂഹം മനസ്സിലാക്കണം. കാരണം കൊടുത്ത കഴിവ് അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ എത്ര ആയത്തുകൾ ദുർവ്യാഖ്യാനിച്ചു ഇവർ. അതേപോലെ തന്നെ ഹദീസുകളെ ദുർവ്യാഖ്യാനിച്ചു, കെട്ടുകഥകൾ ഇവർ അവതരിപ്പിച്ചു. ഇത് അൽ മുബാറക് എന്ന് പറഞ്ഞ സമസ്തയുടെ പഴയകാല ഒരു പ്രസിദ്ധീകരണമാണ് അൽ മുബാറക്. അതിൻ്റെ 1989 ഓഗസ്റ്റ് 16 ലക്കം പേജ് 5 സുന്നികളും ഷിയാക്കളും വഹാബികളും മൗദൂദികളും എന്ന ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ പറയാണ്, മരിച്ചുപോയ പ്രവാചകന്മാർക്കും ഔലിയ എന്ന് പറയുന്ന പുണ്യാത്മാക്കൾക്കും അവരുടെ മരണശേഷവും ഭൗതിക ലോകത്തെ കാര്യങ്ങളിൽ ഇടപെടാനും ലോകരെ സഹായിക്കാനും വേണമെങ്കിൽ ഉപദ്രവിക്കാനും അള്ളാഹു കഴിവ് നൽകുമെന്നാണ് അശ്അരി മാതുരീദി സുന്നികളുടെ വിശ്വാസം. ഇതുതന്നെയാണ് ഷിയാക്കളും വിശ്വസിക്കുന്നത്. അച്ചക്കൽ മുബാറക്കിൽ പറയാണ്. മാത്രവുമല്ല അവിടെ പറഞ്ഞിട്ട് പറയാണ്, അടിസ്ഥാന വിശ്വാസമായ തൗഹീദിൽ സുന്നികളും ഷിയാക്കളും യോജിക്കുന്നു. അപ്പോൾ സുന്നികൾ കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ സമസ്തക്കാർ കൊണ്ട് നടക്കുന്ന തൗഹീദ് എന്ന് പറഞ്ഞാൽ അത് ഷിയാക്കളുടെ തൗഹീദാണ്. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഇതാണ് തൗഹീദ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാൻ പാടില്ല? ഇസ്ലാമിൻ്റെ തൗഹീദ് അവരുടെ കയ്യിലുണ്ട് എന്ന നിലക്ക് അവതരിപ്പിക്കുന്നത് ഒരു ശരിയായ രീതിയല്ല. മാത്രവുമല്ല ഇതിൽ മറ്റൊരു കാര്യം പറയുന്നത് ഉബൂദിയത്ത് അഥവാ വിധേയത്വം. അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ വിനയാനിതരായി കാര്യങ്ങൾ ചോദിക്കുക, അവതരിപ്പിക്കുക, അതാണല്ലോ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവിടെ പറയാണ്, ഒരു ഇലാഹ് എന്ന നിലക്ക് ലഭിക്കേണ്ട വിനയവും വണക്കവും തേട്ടവും മുഴുവൻ അവനോട് മാത്രമേ പാടുള്ളൂ. അതിൽ ഒരംശവും ഒരു സമയത്തും ഒരു സൃഷ്ടിക്കും വകവെച്ച് കൊടുത്തുകൂടാ. അത് സൃഷ്ടാവായ അള്ളാഹു പൊറുക്കാത്ത കൊടും പാപമാണ്. അഥവാ അള്ളാഹുവിന് കൊടുക്കേണ്ട വിനയവും വിധേയത്വവും സൃഷ്ടിക്ക് കൊടുക്കാൻ പാടില്ല. ഇവിടെ ജാറങ്ങളിൽ സുജൂദ് ചെയ്യുന്ന ആളുകളുണ്ട്, ജാറങ്ങളിൽ തവാഫ് ചെയ്യുന്ന ആളുകളുണ്ട്. അതേപോലെ തന്നെ ജാറങ്ങളിൽ പോയി മനമുരുകി കൈകൾ ഉയർത്തി പൊട്ടി കരഞ്ഞ് പ്രയാസങ്ങൾ നീക്കണേ എന്ന് പറയുന്ന രംഗങ്ങൾ സമസ്തയുടെ ജാറങ്ങളിൽ വ്യാപകമാണ്. ഇത് കൊണ്ടു നടക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഈ നിലക്കൊരു വിശ്വാസം അവതരിപ്പിക്കാൻ അർഹത ഉണ്ടാകുക? അതാണ് നമ്മൾ പറയുന്നത്. ഇതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അവതരിപ്പിക്കുന്നത് ഒന്ന്, പ്രവർത്തിക്കുന്നത് മറ്റൊന്ന്. ഇനി മാത്രവുമല്ല ഇതിൽ പറയുന്നു, ഇവിടെ ചില മതയുക്തിവാദികൾ പറയുന്നത് പോലെ മറഞ്ഞ വഴിക്കുള്ളത് തെളിഞ്ഞ വഴിക്കുള്ളത് എന്ന് വിവേചിച്ചോ, കാര്യങ്ങളിൽ മനുഷ്യ കഴിവിന് അതീതമായത് എന്നിങ്ങനെ വിഭജിച്ചോ, ചിലത് അള്ളാഹുവിനോട് ചിലത് സൃഷ്ടികളോട് എന്ന ഒരു വർഗീകരണവും അള്ളാഹുവും റസൂലും നിശ്ചയിച്ചിട്ടില്ല. എല്ലാം അടിസ്ഥാനപരമായി അള്ളാഹുവിനോടാണ് ചോദിക്കേണ്ടത്. ആ വിശ്വാസമാണ് തൗഹീദ്. അതിൻ്റെ വിപരീതം ശിർക്കും. ഇപ്പോൾ ഈ വർത്താനം കേട്ടാൽ തോന്നുക സമസ്ത മുസ്ലിയാക്കന്മാർ ചോദിക്കുന്നതൊക്കെ അള്ളാഹിനോടാണ്. ബദരീങ്ങളെ, മമ്പുറന്തങ്ങളെ, മൊഹീദ്ദീൻ ഷെയ്ഖെ, റിഫായി ഷെയ്ഖെ, CM മടവൂരെ എന്ന് വിളിക്കാത്തൊരു നേരമുണ്ടോ സമസ്ത മുസ്ലിയാക്കന്മാർക്ക്? തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ വിളിക്കുന്നത് ആരെയാണ്? ഈ മരിച്ചവരെയാണ്. മാത്രവുമല്ല നമ്മൾ കഴിഞ്ഞ പ്രൂഫ് പോയിന്റുകളൊക്കെ ചർച്ചക്കെടുത്ത വിഷയമാണ് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതവും അധീനമൊക്കെ. അത് മുസ്ലിയാക്കന്മാർ ശ്രദ്ധിക്കുന്നുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. സാധാരണക്കാരൊക്കെ മനസ്സിലാക്കി വരുന്നുണ്ട്. എന്നിട്ട് മാത്രവുമല്ല ഇവിടെ ചെയ്തൊരു പണി തരുമോ, മഹാന്മാരോടുള്ള ചോദ്യവും വ്യത്യസ്തമല്ല. അതായത് സൃഷ്ടികൾ തമ്മിൽ ഇപ്പോൾ ഉമ്മയോട് മകൻ ചോദിക്കുക, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനോട് ചോദിക്കുക, ഒരു സഹോദരൻ മറ്റൊരു സഹോദരനോട് ചോദിക്കുക, ഈ നിലക്കുള്ള ചോദ്യമാണ് മരിച്ചവരോട് ഞങ്ങൾ നടത്തുന്നത് എന്ന നിലക്ക് എന്ത് ചെയ്യുക? അള്ളാഹു കാരണമാക്കാത്ത മരിച്ചവരെ എന്ത് ചെയ്യുക?
കാരണമാക്കി സമസ്ത അവതരിപ്പിക്കുക. ഒരു കാര്യത്തിനും മരിച്ചവരോട് ചോദിക്കേണ്ട ഒരു ഇടപെടൽ നമുക്കില്ല, അതിൻ്റെ ആവശ്യം തന്നെയില്ല. കാരണം മരിച്ചവരുമായി ജീവിച്ചിരിക്കുന്ന നമുക്ക് എന്തില്ല, അങ്ങനെ ചോദിക്കാനും അവരിൽ നിന്ന് ആവശ്യങ്ങൾ നിറവേറി കിട്ടാനുമുള്ള ഒരു രീതി, ഒരു വിശ്വാസം ഇസ്ലാം എന്തായിട്ടില്ല, നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഈ നിലക്ക് കുറേ കാര്യങ്ങൾ പിന്നെ എഴുതി വിടുന്നു, എഴുതി പിന്നെ പ്രതിഫലിപ്പിക്കുന്നു എന്നല്ലാതെ വിശ്വാസത്തിലും പ്രവൃത്തിയിലും സമസ്ത എന്തല്ല, ഇസ്ലാമിൻ്റെ തൗഹീദിലല്ല. പറയുമ്പോൾ ഓരോന്നിങ്ങനെ പറയും, ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഭാഗത്താണ്, അതേപോലെ അള്ളാഹിനെ മാത്രമാണ് ആരാധിക്കുന്നത്, ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ആരും കൊടുക്കുന്നില്ല. എന്നാൽ ഇബാദത്താകുന്ന പ്രാർത്ഥനയും സഹായത്തേട്ടോ ഒക്കെ എന്ത് ചെയ്യുന്നു, ഇവർ കൊടുക്കുന്നു. ഇപ്പോൾ ഇതിൽ ഇവരെ പ്രമേയം നമുക്കറിയാം. പിന്നെ ശ്രദ്ധേയമായ 8ാം പ്രമേയം എന്ന് പറഞ്ഞ് ഇവർ പരിചയപ്പെടുത്തിയ പ്രമേയത്തിൽ തുടങ്ങുന്നതിന് എന്താ അറിയോ, മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ഇവരെ നേരിട്ട് വിളിക്കണം, അവരോട് സഹായത്തിന് അപേക്ഷിക്കണം എന്നൊക്കെ നേരിട്ട് വിളിക്കുക, അവരോട് പ്രാർത്ഥിക്കണം എന്ന് അവർ പ്രമേയത്തിലൂടെ പഠിപ്പിക്കുന്നത്. ഇതെങ്ങനെ ഇസ്ലാമിൻ്റെ തൗഹീദാകുക? അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിച്ച മതാണ് ഇസ്ലാം. അതേപോലെ തന്നെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ എഴുതിയ പ്രാർത്ഥന മരണപ്പെട്ടവർ അനുവദനീയമാണ് എന്ന ഫത്വ ഇവരിന്നും പിൻവലിച്ചിട്ടില്ല. അവർക്ക് വലിയൊരു തലക്കനമായി കിടക്കുന്ന ഫത്വയാണത്. അതേപോലെ തന്നെ ഈ ഷിയാ തൗഹീദ് കൊണ്ട് നടക്കുന്ന പോലെ തന്നെ ഇവരെ കയ്യിലുള്ള ഒന്നാണ് സൂഫി തൗഹീദ്. സൂഫികളുടെ തൗഹീദ് ലാ മൗജൂദ ഇല്ലല്ലാ എന്നാണ്, അള്ളാഹു അല്ലാതെ ഒന്നുമില്ല, എല്ലാം അള്ളയാണ്. അപ്പോൾ ഇത് വഹ്റത്തുമാല വ്യാഖ്യാനം. ഈ വഹ്റത്തുമാല വ്യാഖ്യാനത്തിൽ അവരെ ഈ സൂഫി തൗഹീദിൻ്റെ 3 ഘട്ടങ്ങൾ പറയുന്നുണ്ട്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാം, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. എന്നിട്ട് 2ാമത്തെ ഘട്ടം എന്ത് ചെയ്യുക, ലാ ഇലാഹ ഇല്ലല്ലാ അള്ളാഹു അല്ലാതെ ലക്ഷ്യമില്ല എന്നാക്കുക. 3ാമത്തെ ഘട്ടം അള്ളാഹു അല്ലാതെ ഒന്നുമില്ല, അള്ളാഹുലേക്ക് ലയിക്കുക, അദ്വൈത അവതാരവാദം ഇങ്ങനെയുള്ള കിതാബുകളിലൂടെ പഠിപ്പിക്കുന്ന ആളുകളാണ്. അങ്ങനെ അനല്ലാ എന്ന് പറയുക, ഈ ത്രിമാന തീർത്ഥം സൂഫിസമാണ്. അനല്ലാ, ഇവരെ ഔലിയാക്കൾ പറയും ഞാൻ അള്ളയാണ്, ഞാൻ റബ്ബാണ്, ഇങ്ങനെ ഓരോന്നും പറയും. അതൊക്കെ ഇവരെ ഔലിയാക്കൾ പറയും എന്നാണ് എന്ത് ചെയ്യണത്, ഈ സൂഫി പിന്നെ തൗഹീദിലൂടെ പഠിപ്പിക്കുന്നത്, വിശ്വാസത്തിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് യഥാർത്ഥ ഇസ്ലാമിൻ്റെ തൗഹീദിൻ്റെ വാഹകരാവുക എന്നതാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അതേപോലെ പിന്നെ മൊഹീദ്ദീൻമാരെ എടുക്കുക, അതേപോലെ ഖുതുബിയത്ത് എടുക്കുക. ഇതിലൂടെ എല്ലാം നടക്കുന്ന കാര്യങ്ങൾ എന്താ, അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന, നേരിട്ട് വിളിക്കുന്ന രീതിയാണ്. ഇതെല്ലാം ഇവിടെ ചെയ്തു കൂട്ടിയിട്ട് അവസാനം ഞങ്ങളുടെ കയ്യിലുള്ളതാണ് തൗഹീദ് എന്ന് തെളിയിക്കാൻ ഈ രൂപത്തിലുള്ള ലേഖനങ്ങൾ എഴുതുക. ആ ലേഖനം എഴുതുക മാത്രമല്ല, അതിൽ യഥാർത്ഥ മുവഹിദുകൾ, തൗഹീദിൻ്റെ വക്താക്കൾ, അവരെ വേദനിപ്പിക്കുക. എത്രത്തോളം എന്നറിയോ, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ ഇവിടെ ഇവരിപ്പോൾ ഒന്നുകിൽ അശ്അരി അല്ലെങ്കിൽ മാതുരീദിയാണ്. ഈ 2 രീതികളും അഹ്ലുസുന്നയ്ക്ക് എതിരാണ്. കാരണം അശ്അരിയത്തിൻ്റെ വിശ്വാസപ്രകാരം ഈ പിന്നെ അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ തെറ്റായ നിലക്കാണ് അവർ കൊണ്ടുപോകുന്നത്. അതേ വിശ്വാസത്തിലാണ് ഇവരുള്ളത്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങൾ, അത് യദ് കൈ, അല്ലെങ്കിൽ ഐന് കണ്ണ്, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇറക്കം, അള്ളാഹുവിൻ്റെ ഈ പിന്നെ ഇസ്തിവാ സിംഹാസനത്തിലുള്ള ഇരുത്തം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ പ്രമാണങ്ങൾ നമ്മളോട് പഠിപ്പിച്ചതാണ്. അത് വ്യാഖ്യാനിക്കാനോ അതിനെ ചോദ്യം ചെയ്യാനോ നിഷേധിക്കാനോ ഒന്നും പാടില്ല. എന്നാൽ അശ്അരിയത്ത് എന്താണ്, ഈ കാര്യങ്ങളെ നിഷേധിക്കുന്ന നിലപാടാണ് അശ്അരിയത്ത്. അപ്പോൾ ഇവർക്ക് ആവശ്യമുള്ളിടത്തൊക്കെ ഇവർ കയ്യ് മുഖം എന്നൊക്കെ പറയും, പ്രസംഗത്തിലും ഖുർആൻ പരിഭാഷയിൽ കയ്യ് മുഖം അങ്ങനെയൊക്കെ പറയും. എന്നാൽ വിമർശിക്കാൻ വേണ്ടി നമുക്ക് അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങളിൽ പഴച്ചിട്ടുണ്ട്, നമ്മൾ അള്ളാഹുവിന് രൂപം അവതരിപ്പിക്കുകയാണ് എന്ന നിലക്ക് നമ്മൾ ആക്ഷേപിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പിന്നെ കപട മുഖം ധരിച്ച അല്ലെങ്കിൽ വ്യാജ വിശ്വാസം കൊണ്ടു നടക്കുന്ന ആളുകളുടെ വലയിൽ അകപ്പെടാതിരിക്കാൻ സമൂഹം ശ്രദ്ധിക്കണം. ഇസ്ലാമിൻ്റെ തൗഹീദ് അത് അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, അത് ആത്മാർത്ഥമായി റബ്ബിന് കൊടുക്കേണ്ടതാണ്. അതിൽ ഒരാളെയും പങ്കു ചേർക്കാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ ഗണ്ണിതമായി പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് എന്ത് പേരിട്ട് അള്ളാഹുവിൻ്റെ അവകാശത്തെ സൃഷ്ടികളിലേക്ക് മാറ്റിക്കൊടുത്താലും അതിനെ ഒരിക്കലും തൗഹീദായി പരിഗണിക്കാനോ കൊണ്ടു നടക്കാനോ കഴിയില്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അതെ, ഇവിടെ ഈ ഇത്തരം വിഷയങ്ങൾ പറയുമ്പോൾ വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ശരിയായ തൗഹീദ് ഒന്ന് നമ്മൾ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. ഷമീർ മുണ്ടേരി, യഥാർത്ഥത്തിൽ പിന്നെ സുന്നി വോയിസ് ലേഖനം വായിച്ചപ്പോൾ നമ്മളെ മക്കാ മുശ്രിക്കുകളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാചകമാണ് ഓർമ്മ വന്നത്. ആ ലേഖനം ഇങ്ങനെ വായിച്ചു പോകും, പല സ്ഥലത്തും ശരിയായ തൗഹീദിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ അള്ളാഹുവിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞല്ലോ, ആ തൽബിയത്ത് ചൊല്ലി ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക്, അതിനൊന്നും നബി എതിർത്തില്ല. നബി എതിർത്തത് എവിടെയാണ്, അവർ ആ തൗഹീദിൽ നിന്ന് എവിടെയാണോ അവർക്ക് വ്യതിചലനം സംഭവിക്കുന്നത് അപ്പോൾ നബി പറഞ്ഞു, നിർത്താൻ വേണ്ടി പറഞ്ഞു. യഥാർത്ഥത്തിൽ മുസല ഇപ്പോൾ വിശദീകരിച്ചത് ഫുൾ അതാണ്. അവർ ശരിക്കും എവിടെയൊക്കെ തൗഹീദിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടോ, ആ ലേഖനത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനൊക്കെ പഠിപ്പിച്ച തൗഹീദിനെതിരായിക്കൊണ്ട് പല കാര്യങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ ഒരുപാട് ദുരാരോപണങ്ങളുണ്ട്. അവസാന ഭാഗത്ത് മുസല പറഞ്ഞ ഇപ്പം സെലഫികളായ ആളുകൾ അള്ളാഹുവിന് മുഖമുണ്ട്, കൈയുണ്ട് എന്നൊക്കെ പറയുന്നതൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്താണോ സെലഫികളായ ആളുകൾ നമ്മുടെ പുസ്തകങ്ങളിലും ഇതിലൊക്കെ അതൊക്കെ അവരുടെ പുസ്തകങ്ങളിലുണ്ട്. പക്ഷേ ഒരു ആക്ഷേപം പറഞ്ഞ് ആ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ലേഖനത്തിലൂടെ അവർ പരിശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ലേഖനമൊക്കെ വായിച്ചു പോയപ്പോൾ തോന്നിയൊരു കാര്യമാണ്, മക്കാ മുശ്രിക്കുകൾ ചെയ്തൊരു പണി എന്ത് ചെയ്യരുത്,
നമ്മുടെ സഹോദരങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിക്കരുത്. അത് ഭയങ്കര ഗൗരവമുള്ള വിഷയമാണ്. അപ്പോൾ നിങ്ങൾ ചോദിച്ചത് നമ്മൾ ഇസ്ലാമിലെ ശരിക്കുള്ള തൗഹീദ് എന്താണെന്നുള്ളതാണ്. ലോകത്തേക്ക് ജനിച്ചു വീഴുന്ന എല്ലാ ആൾക്കാരും തൗഹീദിലാണെന്നുള്ളതാണ് നമ്മുടെ മതം പഠിപ്പിക്കുന്നത്. ശുദ്ധ പ്രകൃതിയോടുകൂടെയാണ് എല്ലാ മനുഷ്യന്മാരും ജനിക്കുന്നത്. അതാണ് തൗഹീദ് എന്ന് പറഞ്ഞാൽ. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വളരെ കൃത്യമായിട്ട് മനോഹരമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ മനുഷ്യൻ ആദം നബിയുടെ ചരിത്രം നമ്മൾ വായിക്കുകയാണെങ്കിൽ ആദം നബി അലൈഹി സ്വലാം പിന്നെ അദ്ദേഹം ഭൂമിയിലേക്ക് വന്നു. നമ്മുടെ വിശ്വാസം അതാണ്. അള്ളാഹു ഭൂമിയിലേക്ക് പറഞ്ഞയച്ചു. ഹവ്വ ബി, പിന്നെ അവരുടെ മക്കളൊക്കെ ഉണ്ട്. ഇങ്ങനെ അവർ കുറേ കാലം ജീവിച്ചു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്തൊരു പ്രവാചകനെ പറഞ്ഞേക്കുന്നത് നൂഹ് നബിനെയാണ് ഖുർആൻ പ്രകാരം. നൂഹ് നബി ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച തൗഹീദിൽ നിന്ന് ആ ആളുകൾക്ക് വ്യതിയാനം സംഭവിച്ചു എന്നുള്ളതാണ്. അവർക്ക് മാറ്റം സംഭവിച്ചു. ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കമുള്ള ആളുകൾ ഉദ്ധരിക്കുന്നത് 10 നൂറ്റാണ്ടാണ് ആദം നബിയുടെയും നൂഹ് നബിയുടെയും ഇടയിലുണ്ടായിരുന്നത്. അവരെല്ലാവരും തൗഹീദിലായിരുന്നു, ഏക വിശ്വാസക്കാരായിരുന്നു. ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിയാനം സംഭവിച്ചു. അപ്പോൾ നമ്മൾ ശരിക്കും പഠിക്കേണ്ടത് എന്തായിരുന്നു ആ തൗഹീദ് എന്താണ്? ആദം നബി മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള എല്ലാ നബിമാരും പഠിപ്പിച്ച ഒരൊറ്റ തൗഹീദാണ്. അതിലൊരു മാറ്റമല്ല. ആ തൗഹീദ് ഏകനായ പടച്ച തമ്പുരാനെ മാത്രം ആരാധിക്കുക, അവന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് മൂസ ഇവിടെ വളരെ ഭംഗിയായിക്കൊണ്ട് വിശദീകരിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ തൗഹീദിനെ മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ളൊരു വഴിയാണ് ഇസ്ലാമിലെ തൗഹീദിനെ കുറിച്ച് നമ്മൾ പറയും. തൗഹീദ് റുബൂബിയത്ത്, തൗഹീദ് ഉലൂഹിയ്യത്ത്, തൗഹീദുൽ അസ്മാഇ വസിഫാത്ത് എന്ന് പറയും. തൗഹീദ് റുബൂബിയത്ത് അല്ലാഹുവാണ് ഖാലിഖ്, അവനാണ് റബ്ബ്, അവനാണ് സൃഷ്ടികർത്താവ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്, പ്രപഞ്ചത്തിലുള്ള സകലമാന വസ്തുക്കളെയും സൃഷ്ടിച്ചതക്കാര അള്ളാഹുവാണെന്നുള്ള വിശ്വാസം അത് തൗഹീദിൻ്റെ ഭാഗമാണ്. അതിനെ ഒരാൾ എതിർത്താൽ അള്ളാഹു അല്ലാതെ ഇവിടെ ഒരു ഖാലിഖുണ്ട്, ഇപ്പം മുദബ്ബിറുൽ ആലം, അത് സിയമടവൂരാണെന്ന് വിശ്വസിക്കുന്നത് ശരിക്കും തൗഹീദിനെതിരാണ്. അത് പച്ചയായ പ്രവാചകന് പഠിച്ച തൗഹീദിനെതിരുള്ള കാര്യമാണ്. അതേപോലെ തന്നെ തൗഹീദുൽ ഉലൂഹിയ്യ, നമ്മൾ ആരാധനകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമേ അർപ്പിക്കാൻ പറ്റുള്ളൂ. സുജൂദാകട്ടെ, നമസ്കാരാകട്ടെ, നോമ്പാകട്ടെ, എല്ലാ ഇബാദത്തും അതാർക്ക് വേണ്ടി മാത്രമാണ്? അള്ളാഹുവിന് മാത്രം. അത് തൗഹീദാണ്. അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് ആ ഇബാദത്ത് അർപ്പിച്ചാൽ അത് ഷിർക്കാണ്. അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത പാപമാണ്. മൂന്നാമത്തെ തൗഹീദിൻ്റെ മൂന്നാമത്തെ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തരുന്നത് അള്ളാഹുവിന് ഉത്കൃഷ്ടമായ നാമഗുണവിശേഷണങ്ങളുണ്ട്. ആ നാമഗുണവിശേഷണങ്ങൾ ഇത് എന്താണോ അള്ളാഹു റസൂലും പഠിപ്പിച്ചത് അവിടെ നിന്നാൽ മതി. ശരിക്കും നമ്മൾ ചെയ്യുന്ന നമ്മുടെ സ്റ്റാൻഡ് എന്ന് വെച്ചാൽ എന്താണോ അള്ളാഹുവിന് കൈയുണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. പക്ഷേ ആ കൈ എങ്ങനെയാണ്, അതിൻ്റെ രൂപം എന്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എന്താണോ ഖുർആനിലും ഹദീസിലും വന്നത് അവിടെ അതേപോലെ നിലനിൽക്കുക എന്നുള്ള നമ്മുടെ സ്റ്റാൻഡ്. അപ്പോൾ തൗഹീദ് എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിൻ്റെ റുബൂബിയത്തിലുള്ള വിശ്വാസമാണ്. ആരാധനകൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കലാണ്. അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ട നാമഗുണ വിശേഷണങ്ങൾ അത് എന്ത് ചെയ്യുക, അത് അള്ളാഹുവിനുണ്ട്. അതിനെന്ത് ചെയ്യാൻ പാടില്ല, യാതൊരു വിധത്തിലും നമ്മൾ താവീൽ നടത്താനോ വിശദീകരണം നടത്താനോ പാടില്ല. ഇതൊക്കെ പഠിച്ചാൽ തന്നെ എന്തായി, ഒരാൾക്ക് ഏതൊരവസ്ഥയിലാണോ അയാൾ ജനിച്ചത് അതേ അവസ്ഥയിൽ അയാൾക്ക് മരണം വരെ ജീവിക്കാൻ പറ്റും. ഇതിനൊരു ഗൗരവം എന്താ പറയുക, ഈ മുസ്ലിയാക്കന്മാർ കാണിക്കുന്ന, ഇപ്പോൾ അവരിപ്പോൾ സുന്നി വോയിസിൽ എഴുതിയ ലേഖനത്തിലെ ഏറ്റവും വലിയൊരു അപകടം, ഈ ഉമ്മത്ത് സ്വർഗ്ഗത്തിലേക്ക് പോകേണ്ട ആൾക്കാരാണ്. അതിനാണ് നബിമാർ വന്നത്. ആ സ്വർഗ്ഗത്തേക്ക് പോകേണ്ട ഉമ്മത്തിന് എന്ത് ചെയ്യാണ്, ഈ തെറ്റായ വിശ്വാസത്തിലൂടെ, ഈ തെറ്റായ കാര്യത്തിലൂടെ അവർ നരകത്തിലേക്ക് കൊണ്ടുള്ള പണിയെടുക്കുന്നുണ്ട്. ഒരു മനുഷ്യന് നിർഭയത്തെ ലഭിക്കപ്പെടാം, അമ്ന് ലഭിക്കുന്ന തൗഹീദ് അംഗീകരിക്കുമ്പോഴാണ്. അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് മനഃശാന്തി, സ്വസ്ഥതയ്ക്ക് ലഭിക്കണമെങ്കിൽ ഈ തൗഹീദ് ഉണ്ടാകണം അയാളുടെ ഹൃദയത്തിൽ. അതില്ലാത്ത ഒരാൾക്ക് എന്ത് ചെയ്യില്ല, അയാളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവില്ല, അയാൾക്കൊരു ആശ്വാസം ഉണ്ടാകില്ല. അതേപോലെ തന്നെ ഈ തൗഹീദിനെതിരെ പ്രവർത്തിച്ചാൽ, ശിർക്ക് ചെയ്താൽ അവന് ശാശ്വതമായ നരകമാണ്. അപ്പോൾ ഇത്തരം ഗൗരവമായ പ്രശ്നങ്ങൾ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ആ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി പ്രവാചകന്മാർ പഠിപ്പിച്ച ശരിയായ തൗഹീദിലേക്ക് വരണം. ആ ശരിയായ തൗഹീദ് എന്താ, നമ്മുടെ ജീവിതത്തിൻ്റെ രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ എല്ലാ സന്ദർഭത്തിലും പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ഖാലിക്കായ റാസിഖായ മാലിക്കായ പടച്ച തമ്പുരാനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക. അതാണ് നമ്മളൊരു ദിവസം 17 തവണ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഈ വിശ്വാസമാണ് മുസ്ലിങ്ങളായ ആളുകൾ കൊണ്ടു നടക്കേണ്ടത്. അതാണ് അവർക്ക് എന്ത് ചെയ്യുക, യഥാർത്ഥത്തിൽ പരലോകത്ത് വിജയം സമ്മാനിക്കുക. അതാണ് ദുനിയാവിൽ നമുക്ക് സമാധാനം സന്തോഷം നൽകുന്ന വിശ്വാസം. അതാണ്, അതെല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നതാണ്. അതിലെന്തില്ല, ഒരബദ്ധവും കണ്ടെത്താൻ സാധ്യമല്ല എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്.